എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആത്മനമസ്കാരം. എൻ്റെ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് 2026 രാഹുകേതുക്കളുടെ മാറ്റം, ട്രാൻസിറ്റ് കൊണ്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആൾറെഡി ഞാൻ ഇതിന് രാഹുകേതുക്കളുടെ ഈ മാറ്റത്തെ പറ്റി പിന്നെ DNA പരിഹാരം, അതുപോലെ തന്നെ കാർമിക് പരിഹാരം, ആത്മീയ പരിഹാരം എന്നീ രീതിയിലുള്ള വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് അത് കാണാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായിരിക്കും. ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത് ബാച്ച് ഫ്ലവർ റെമഡീസ്. അതായത് എന്താണ് ഈ ബാച്ച് ഫ്ലവർ റെമഡീസ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇത് എങ്ങനെയാണ് നമുക്ക് പരിഹാരമായിട്ട് മാറുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കണം. വളരെ 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 പ്രശസ്തി ആർജിച്ച, ഞാൻ പറയുന്നത് ഇന്ത്യയിലല്ലെങ്കിൽ തന്നെ മറ്റ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിഹാരം എടുത്തു കൊടുക്കപ്പെടുന്ന രീതിയാണ് ബാച്ച് ഫ്ലവർ റെമഡീസ്. ഇത് ഇൻസ്റ്റൻ്റായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അത് മാത്രമല്ല, ഇതൊരു ബൂസ്റ്റർ ആണെന്ന് പറയാം. നമ്മളിപ്പോൾ മറ്റേ ഈ കാർമിക് ആത്മീയ പരിഹാരങ്ങൾ ചെയ്യുമ്പം ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റെമഡിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് അതിനൊരു ബൂസ്റ്റായിട്ട് വരും. ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാമല്ലോ. ബൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ദോഷാവസ്ഥകളെ കുറയ്ക്കാനും നമ്മുടെ പരിഹാര മാർഗങ്ങളെ കൂടുതൽ പ്രയോജനപ്പെടുത്താനും നമുക്ക് പറ്റും. ഇത് എവിടെയാണ് അവസ്ഥ? ഇത് മുഴുക്കെ നമ്മുടെ മനസ്സിനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, ഇത് തുടങ്ങിയത് ഡോക്ടർ ബാച്ച് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഫിഷഗ്വരൻ. അദ്ദേഹം വന്നിട്ട് ഇംഗ്ലണ്ടിലെ ഒരു ഫിഷഗ്വരനായിരുന്നു. 1840കളിൽ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ തൃപ്തി പോരായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെയുള്ള പല ആ സമയത്തുള്ള പിന്നെ അലോപ്പതി റെമഡിയിലൊന്നും കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല. ഇതെന്തോ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്ത് അദ്ദേഹത്തിൻ്റെ റിസർച്ചിൻ്റെ ഫലമാണ്, അതായത് ഈ ഇംഗ്ലീഷ് അലോപ്പതി ഡോക്ടർ ബാച്ച് എന്ന് പറയുന്ന ഇംഗ്ലീഷ് അലോപ്പതി ഡോക്ടറുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു മരുന്നെന്ന് പറയാൻ പറ്റില്ല, ഒരു എക്സ്ട്രാക്റ്റ്. അതായത് ഫ്ലവറുകളിൽ നിന്നുള്ള, പലതരത്തിലുള്ള പൂക്കളിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റുകളുടെ ഒരു ഗ്രൂപ്പ് അദ്ദേഹം കണ്ടുപിടിച്ചു. പർട്ടിക്കുലറായിട്ട് ഓരോന്നും ഇത് എങ്ങനെ എഫക്റ്റ് ആകുന്നു എന്ന് അദ്ദേഹം കണ്ടുപിടിച്ച് അദ്ദേഹം വന്നിട്ട് പിന്നെ അതിനെപ്പറ്റി വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് അത് പോയി. ഏകദേശം നമുക്കറിയാം, റെസ്ക്യൂ റെമഡി വരയ്ക്കും കണ്ടുപിടിച്ചു. ഏകദേശം എനിക്ക് തോന്നുന്നത് ആൾമോസ്റ്റ് 17 മെഡിസിൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എക്സാക്റ്റായിട്ട് എനിക്കത് അറിയില്ല. പിന്നെ ഏകദേശം അത്രയുണ്ട്. അതുപോലെ എല്ലാം ചേർന്ന് റെസ്ക്യൂ റെമഡിയും ഉണ്ട്. അപ്പം നമുക്ക് ഇത് എങ്ങനെ നമ്മുടെ ഈ ഒരവസ്ഥയ്ക്ക് രാഹുകേതുക്കളുടെ ഈ പരിഹാരത്തിന് ഉപയോഗിക്കാം എന്നുള്ളതാണ് ആവശ്യം. രാഹു എന്ന് പറയുന്നത് എന്താണ്? വളരെ വളരെ എക്സ്ട്രീമായിട്ട് ഏത് കാര്യത്തിനെയും കൊണ്ടുപോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു, ഒരു വലിയ ബലൂൺ വീർപ്പിച്ചിട്ട് അത് വന്നിട്ട് ഒരു സൂചി കൊണ്ട് കുത്തിയാൽ എങ്ങനെ കാറ്റ് പോകും, അതാണ് രാഹു. ഏതിനെയും പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ ഏതിനെയും അങ്ങ് അതായത് മാക്സിമൈസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ചെറിയ കാര്യങ്ങളൊക്കെ ഗുരുവിൻ്റെ വേറൊരു ക്യാരക്ടറാണ്. ഗുരു എന്ന് പറഞ്ഞാൽ എല്ലാം വലുതാവും, അല്ലേ? വലുതാണ് ഗുരു. നമുക്കറിയാം, ഗുരു എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരാൾക്ക് ഗുരുവിൻ്റെ ആക്ടിവിറ്റീസ് കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്ന് വണ്ണം വെക്കുന്നതായിട്ട് കാണും. എന്താ, ഈ ഗുരുവിന് ആ ഒരു സ്വഭാവമുണ്ട്. അതുപോലെ രാഹു എന്ന് അതുപോലെ തന്നെ എന്ത് കാര്യത്തിനെയും വലുതായിട്ട് കാണിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും. ഇത് ചിലയിടങ്ങളിൽ പ്രയോജനപ്പെടും, ചിലയിടങ്ങളിൽ ദോഷവും ചെയ്യും. ഈ പ്രയോജനപ്പെടുന്ന രാഹുവിനെയാണ് കോദണ്ഡ രാഹു എന്ന് പറയും. മറ്റേത് നെഗറ്റീവ് ക്യാരക്ടറായിട്ടുള്ള രാഹുവായിട്ടും നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇതിന് പൊതുവേ ഇതൊരു കംപ്ലീറ്റ് റെമഡിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് മറ്റ് പരിഹാരങ്ങളുടെ കൂടെ, രാഹുവിൻ്റെതായിട്ടുള്ള മറ്റു പരിഹാരങ്ങളുടെ കൂടെ ചെയ്താൽ തീർച്ചയായിട്ടും ഒരു ബൂസ്റ്റപ്പായിട്ട് നമുക്ക് എടുക്കാം. രാഹുവിന് ക്രാബ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു മെഡിസിൻ എന്നല്ല ഞാൻ പറഞ്ഞില്ല, ഒരു എക്സ്ട്രാക്റ്റാണ്. ഇത് ആമസോണിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ക്രാബ് ആപ്പിൾ 30 എന്നാണ് എൻ്റെ പേര്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെർച്ച് ചെയ്ത് വാങ്ങിക്കാം. ഹോമിയോപ്പതി മെഡിക്കൽ സ്റ്റോഴ്സിൽ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം.
അതല്ലെങ്കിൽ വലിയ വലിയ മെഡിക്കൽ സ്റ്റോഴ്സിലൊക്കെ, ഹോമിയോ മെഡിക്കൽ സ്റ്റോഴ്സിലൊക്കെ കിട്ടും ഇത്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് രാഹുവിനുള്ള ഒരു പരിഹാരമാണ്. അതുപോലെ കേതുവിന്, അതായത് കേതു എങ്ങനെയാണെന്നറിയാമോ? നമുക്കത് മനസ്സിലാകും. ചിലർക്ക് പെട്ടെന്ന് മനസ്സിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് കിളി പോയി എന്ന് പറയത്തില്ലേ, ആ ഒരവസ്ഥ. എല്ലാത്തിനെയും വിട്ട് എല്ലാം വേണ്ട, എന്നും വേണ്ട, എൻ്റെ ജീവിതമേ ഇങ്ങനെയാണ്, വല്ലാത്ത ഒരു സകലതിനെയും എടുത്തെറിയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ആ ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും കേതുവിൻ്റേതായിട്ടുള്ള റോക്ക് റോസ് എന്ന് പറയുന്ന ഒരു ബാച്ച് ഫ്ലവർ മെഡിസിൻ ഉണ്ട്. ഇതിൽ 2 ഡ്രോപ്പ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ പറയുന്നത് വിശ്വസം അല്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ചു നോക്കിക്കോളൂ. ഇത് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. 2 ഡ്രോപ്പ് വെച്ചിട്ട് വെള്ളത്തിൽ കലക്കി കുടിച്ചു നോക്കുക. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ആ ഒരു ഇറുകിപ്പിടുത്തമില്ല, ആ ഒരു വല്ലാത്ത ആ ഒരു അവസ്ഥ, ഞാൻ പറയുന്ന എല്ലാം വേണ്ടാന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ, എല്ലാത്തിൽ നിന്ന് വിട്ടുപോകണമെന്നൊരവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ റിലീവ് ചെയ്യും, നിങ്ങളെ കുറച്ചൊക്കെ റിക്കവർ ചെയ്തതായിട്ട് നിങ്ങൾ കാണും. അതുപോലെ ഓരോ ഗ്രഹത്തിനും ഉണ്ട് ബാച്ച് ഫ്ലവർ മെഡിസിൻ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള ക്യാരക്ടറിനും കോമ്പിനേഷൻസ് ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഉത്രാട നക്ഷത്രം എന്ന് പറയുന്നു, സൂര്യൻ എന്ന് പറയുന്നു, സൂര്യന് ലാർച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് ഫ്ലവർ മെഡിസിനാണുള്ളത്. അത് പിന്നെ ഗോൾസ് എന്ന് പറയുന്ന വേറൊരു മരുന്നുമുണ്ട് ഈ സൂര്യന് തന്നെ. അപ്പോൾ ഈ ലാർച്ചും ഗോൾസും തമ്മിൽ എന്താണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ ഓരോ തരത്തിലുള്ള ക്യാരക്ടറിനും ഓരോ ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി അറിയുന്ന ഒരു വ്യക്തിയുടെ അതും, അതായത് ജാതകപ്രകാരം ഇത് എങ്ങനെ ബാച്ച് ഫ്ലവർ മെഡിസിൻ ഉപയോഗിക്കാം എന്നറിയപ്പെടുന്ന ഒരാളെ കണ്ട് അവരുടെ അഡ്വൈസ് കേൾക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. ഇത് ഇപ്പോൾ ഞാൻ ഓൺലൈനിൽ അസ്ട്രോളജി പരിഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ അവരുടെ ആവശ്യത്തിന്, അതായത് നമ്മുടെ ക്ലയൻസിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ചിലർക്ക് വന്നിട്ട് ആത്മീയ പരിഹാരങ്ങൾ ഇഷ്ടമായിരിക്കും, ചിലർക്ക് വന്നിട്ട് കാർമിക് പരിഹാരങ്ങളായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇത് രണ്ടും അല്ല ഇഷ്ടം, ബാച്ച് ഫ്ലവർ മെഡിസിൻസ് ആയിരിക്കും ഇഷ്ടം, അതല്ലെങ്കിൽ ജേംസ് ആയിരിക്കും ഇഷ്ടം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, അവരുടെ സിറ്റുവേഷൻ അതിനനുസരിച്ചായിരിക്കും ഉള്ളത്. അപ്പോൾ അതുപോലെ ഈ കോമ്പിനേഷൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കാര്യങ്ങൾ കൂടുതൽ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. പരിഹാരങ്ങൾ പെട്ടെന്നല്ല, കൂടുതൽ ബെറ്ററായിട്ട് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലയൻസിനൊക്കെ കൊടുക്കുന്നത് എപ്പോഴും വന്നിട്ട് ആത്മീയ പരിഹാരങ്ങൾ മാത്രമായിട്ട് കൊടുക്കാറില്ല. എപ്പോഴും വന്നിട്ട് കാർമിക് പരിഹാരങ്ങൾ കൊടുക്കും. കാർമിക് പരിഹാരങ്ങളും ആത്മീയ പരിഹാരങ്ങളുടെ ഒരു കോമ്പിനേഷൻ കൊടുത്ത് അവർക്ക് അതും നെക്സ്റ്റ് വീണ്ടും അവർക്കൊരു കോൺഫിഡൻസ് കൂട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ ബാച്ച് ഫ്ലവർ റെമഡീസ് കൊടുക്കും. ഇതെല്ലാം കൂടെ ചേർന്നൊരു കോമ്പിനേഷൻസ് ആയിരിക്കും ഞാൻ എപ്പോഴും കൊടുക്കുന്നത്. കാരണം അത് തീർച്ചയായിട്ടും ആക്റ്റീവ് ആകുമെന്ന് നമുക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് അതുപോലെ തന്നെ ചില ദോഷങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഗണ്ഡാന്ത ദോഷങ്ങളുണ്ട്, കാശി ജാതകമുണ്ട്, പിന്നെ ഈ മാന്തി എന്ന് പറയുന്ന, അതായത് ഗുളികൻ്റെ ആവശ്യമില്ലാത്ത ഇൻഫ്ലുവൻസസ് നമുക്കൊക്കെ ബാധിക്കാറുണ്ട്. അതുമല്ലെന്നുണ്ടെങ്കിൽ ധൂമൻ എന്ന് പറയുന്നവരുണ്ട്, ധൂമകേതു എന്ന് പറയുന്ന വേറെ ഒന്നുണ്ട്. അങ്ങനെ പറഞ്ഞു പോകാം. 9 ഗ്രഹങ്ങൾ മാത്രമല്ല അസ്ട്രോളജിയിൽ അറിയപ്പെടാത്ത പല ഉപഗ്രഹങ്ങളും ഉണ്ട്. ഓരോ ഉപഗ്രഹത്തിനും അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേകതകളും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ നിങ്ങൾക്ക് ജാതകപരമായിട്ടോ നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം, നമുക്കതിലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. ദയവ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അവസ്ഥകളെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രങ്ങളെ പറ്റിയോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ എനിക്കറിയാവുന്ന ചില സൊല്യൂഷൻസ് ഞാൻ തരുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഹെൽപ്പാകും. അതാണ് ഈ കമൻറ്റിൻ്റെ ഒരു ഗുണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല കൂടുതൽ ഡീപ്പായിട്ട് അറിയണം, നിങ്ങളുടെ ജാതകത്തിലുള്ള അവസ്ഥകളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ, താങ്ക് യു വെരി മച്ച്.